നിത്യപൂജയില്ലാത്ത പൊന്നമ്പലമേടിനു വേണ്ടി ശബരീശ സന്നിധിയിൽ കൊളുത്തുന്ന ദീപം. ശബരിമല നട തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴുമെല്ലാം ഈ ദീപം അണയാതെ കത്തും. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ശബരിമലയിലെ ഈ കെടാവിളക്ക്. അയ്യപ്പ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ ഇരുമുടിക്കെട്ടിലെ നാളികേരത്തിൽ നിറച്ച നെയ്യ് ഭഗവാന് അഭിഷേകത്തിനായി സമർപ്പിക്കുമ്പോൾ ഒരു കുടം നെയ്യ് സന്നിധാനത്തെ തിരുമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന കെടാവിളക്കിലേക്കും പകരുന്നു. നിത്യവും തെളിഞ്ഞു പ്രകാശിക്കുന്ന ഈ വിളക്ക് ശ്രീകോവിലിന് കിഴക്കുവശത്ത് അഗ്നികോണിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രധാന വാതിലിന് അഭിമുഖമായി അല്ല ഇവിടുത്തെ കെടാവിളക്ക്. പൊന്നമ്പലമേട് ദർശനമാക്കിയാണുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ദേവപ്രശ്നത്തിലാണ് പൊന്നമ്പലമേടിന് അഭിമുഖമായി തിരുമുറ്റത്ത് കെടാവിളക്ക് സ്ഥാപിക്കണമെന്ന് നിഷ്കർഷിച്ചത്. പണ്ടുകാലത്ത് ആഴികൂട്ടിയിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കെടാവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേട്ടിലെ ദൈവചൈതന്യത്തെ പ്രീതിപ്പെടുത്താനും വണങ്ങുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടിയാണ് ഈ കെടാവിളക്ക് സ്ഥാപിച്ചത്. ശബരിമലയിലെ 18 മലകളിലും ദൈവിക സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. ശബരിമലയിൽ നട തുറന്നിരിക്കുന്നതിന്റെ സൂചന വിളക്ക് തെളിയിക്കുന്നതിലൂടെ മലദൈവങ്ങൾക്ക് നൽകുന്നുവെന്നും സങ്കല്പമുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സങ്കല്പമാണ് ഓരോ കെടാവിളക്കുമെന്നാണ് വിശ്വാസം. അടിഭാഗം സൃഷ്ടിയുടെ പ്രതീകമായ ബ്രഹ്മാവായും നടുഭാഗം സ്ഥിതിയുടെ പ്രതീകമായ വിഷ്ണുവായും മുകൾ ഭാഗം പരമശിവനുമെന്നാണ് സങ്കല്പം. ഒപ്പം വിളക്കിലെ നാളം ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും വിളക്കിൽ നിന്നുണ്ടാകുന്ന പ്രകാശം അറിവിന്റെ ദേവതയായ സരസ്വതിയാണെന്നും കരുതുന്നു. അയ്യപ്പ ദർശനത്തിനായി 18ാം പടി കയറി തിരുമുറ്റത്തെത്തുന്ന ഭക്തർക്ക് കൊടിമരത്തിന് സമീപത്തു നിന്നും ഇടത്തോട്ട് മാറിയാൽ ഗജാകൃതിയിലുള്ള കവചവുമായി കെടാവിളക്ക് കാണാം.